തമാശ രൂപേണ ഈ ഒരു നാടകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ഹാരി പോട്ടറും സ്ട്രേഞ്ചർ തിങ്സും തമ്മിൽ പ്രണയിച്ച് അവർ ബ്രേക്കപ്പ് ആയതിനു ശേഷം സ്ട്രേഞ്ചർ തിങ്സ് നമ്മുടെ കുമാരി മലയാളം മൂവി കുമാരിയെ പ്രേമിക്കുകയും വിവാഹം കഴിക്കുകയും പിന്നെ ഹാരി പോട്ടർ ഒരു തുമ്പട്ട് സിനിമയെ പ്രേമിച്ച് കല്യാണം കഴിക്കുക അവർക്ക് രണ്ടുപേർക്ക് കുട്ടികളുണ്ടായി അവർ രണ്ടുപേരും കല്യാണം കഴിച്ച ഒരു കുട്ടി ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും ദാറ്റ് ഇസ് ആസ്കറോൺ അതാണ് ആസ്കറോണിനെ പറ്റി ഒരു സർക്കാസ്റ്റിക്കലി പറയാൻ പറ്റുന്നത് തിയേറ്റർ സങ്കല്പങ്ങൾ എടുത്ത് നോക്കിയാൽ അതിനകത്ത് നമ്മൾ യൂഷ്വലി കാണുന്ന കുറേ കറണ്ട് അഫെയേഴ്സ് വിച്ച് ഇസ് ഗുഡ് ആക്ച്വലി അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഒരു ഫാൻറ്റസി കഥ ഇന്ത്യൻ ഒരു തിയേറ്ററിക്കൽ ഡാൻസ് പ്ലാറ്റ്ഫോമിന് ഒട്ടും സുപരിചിതമല്ലാത്ത ഒരു ഫാൻറ്റസി കഥ ഇതിൻ്റെ എഴുത്തുകാരിയുടെ ഒരു പ്രാഗത്ഭ്യമാണ് കാരണം അവരൊരു റഷ്യൻ അമേരിക്കൻ റൈറ്ററാണ് സോ അവർ പല രാജ്യങ്ങൾ സഞ്ചരിച്ച് ആ രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത അവിടുത്തെ ലെജൻഡ്സ് അവിടുത്തെ മിത്സ് അതെല്ലാം കൂട്ടിക്കലർത്തി അതിനെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതിയൊരു ബൃഹത്തായ ഒരു കവിത അതിനെ കഥയാക്കി മാറ്റിയതാണ് ദ സ്റ്റോറി ഓഫ് എ വൈറ്റ് വിച്ച് വെളുത്ത മന്ത്രവാദിനിയുടെ കഥ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ കഥയുടെ പേര് എന്റെ മനസ്സിനെയും ഉറക്കത്തെയും കീഴ്പ്പെടുത്തിയവൾ ഇതും നിന്റെ മായയാണ് ദേവത ദേവത ഒരു നോട്ടം കൊണ്ട് എന്റെ ഹൃദയത്തിൽ പ്രവേശനം ചെയ്ത നീ ആരാണ് എന്റെ പേര് നീ എങ്ങനെയായി നിങ്ങൾ കണ്ട സ്വപ്നങ്ങളിൽ ഞാനറിയും നിങ്ങൾ മഹത്തരമായ ഒരു കർമ്മത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടല്ല അതിനായി എന്നോട് കൊണ്ടുവരിക മഹത്തരമായ ഒരു കർമ്മമോ അതിന് മനുഷ്യനായി എന്നെ തിരഞ്ഞെടുക്കണം ഇത് മായയാണ് തീക്ഷ്ണമായ കണ്ണുകളിലെ പ്രണയത്തിന്റെ തിളക്കത്തിൽ ഞാൻ ഒരു നിമിഷം മയങ്ങിയത് യാത്രയുണ്ട് പക്ഷേ ഇത്തരം മായങ്ങളിൽ വീഴുന്നവനല്ല ഞാൻ അത്തരം മായകളിൽ വീഴ്ത്തുന്നവളാണ് ഞാൻ നമ്മുടെ ഒരു ഇന്ത്യൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരു കലാമേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്നല്ല ഇതൊരു ഇന്ത്യയിൽ ചെയ്യാനാണ് ഇപ്പം നിലവിൽ ഇത് മലയാളമാണെങ്കിൽ കൂടി ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റി നമ്മൾ ഒരു വൈൽഡ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്ന ഒരു വർക്കാണ് ഇതിനെങ്ങനെ നമുക്ക് ഇവിടെ അവതരിപ്പിക്കാം അതിൻ്റെ പോരായ്മകളെ മാറ്റി അതിന് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്ത് ഈ കഥയിൽ തന്നെ ഒരു വലിയൊരു മാറ്റം വരുത്തി
വേഗത്തിൽ പൂർത്തിയാക്കാൻ ഇവൻ തീരുമാനിക്കുന്നു. നദിയ, എന്റെ എല്ലാം ആയവളെ, പൂർവജന്മത്തിൽ നാം ഇരുവരും പൂർത്തിയാക്കേണ്ട മഹത്തരമായ കർമ്മം നമുക്ക് ഒരുമിച്ച് ഈ ജന്മത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. മന്ത്രവാദം, കർമ്മം, വിധി, പുനർജന്മം ഇങ്ങനെയൊക്കെ പറയുന്നൊരു കാര്യങ്ങൾ നമ്മൾ തിയേറ്ററായിട്ട് സ്റ്റേജിൽ നമുക്ക് സിനിമയായിട്ട് എടുക്കാൻ ഇറ്റ്സ് മച്ച് ഈസിയർ നൗ ബിക്കോസ് വി ഹാവ് അത്രയും ടെക്നോളജി. കാശുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കാശ് വേണമല്ലോ, ഇതും കാശ് വേണമല്ലോ. സ്റ്റേജിൽ ഇങ്ങനെ ഒരു സാധനം, പുനർജന്മങ്ങളുടെ ചുരുളിയിൽ നിന്ന് കടക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് നായികമാർ, പ്രണയിനികളായ രണ്ട് നായികമാർ, അവിടെയാണ് നമ്മളത് യഥാർത്ഥ പ്രണയത്തിന്റെ ഗർഭപാത്രത്തിൽ ജീവത്യാഗമായ ബീജം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ജനത. മേധാവിത്വ പുരുഷന്റെ ജീവൻ നിന്നിലൂടെ ഞാൻ എടുക്കാം. ആ ജീവൻ ജന്മാന്തരങ്ങൾ കടന്ന് നീയാകുന്ന പ്രണയത്തിന്റെ ഗർഭപാത്രത്തിൽ ദൈവീക ശക്തിയുള്ള ദേവതമാരായ നമ്മൾ സൃഷ്ടിക്കുന്ന ജനത. അതിനായി അനുയോജ്യനായ പുരുഷനെ കണ്ടെത്തണം, അവനെ നമ്മുടെ അരികിൽ എത്തിക്കണം. മഹത്തരമായ ഈ കർമ്മത്തിനായി ടെങ്കോർ വനങ്ങളിൽ നമുക്കായി ഞാൻ ഉയർത്തുന്ന കൊട്ടാരം, സ്ഫടിക കൊട്ടാരം, ആരാലും കാണാനാവാത്ത മായ കൊട്ടാരം. സാങ്കേതിക വിദ്യകൾ ഇപ്പം നമ്മുടെ കയ്യിലാണല്ലോ. അപ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യ ഇതിനകത്ത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു ആനന്ദ് സതീന്ദ്രൻ എന്നൊരു ലൈറ്റ് ഡിസൈനറാണ് ഇതിൻ്റെ സ്പെഷ്യൽ ലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രശസ്തനായ ആർട്ട് ഡയറക്ടർ ഹൈലീഷ് ഡിസൈൻസിൻ്റെ ഹൈലീഷ് സാറാണ് ഇതിനകത്ത് ആർട്ട് നിർവഹിച്ചിരിക്കുന്നത്. ആകാശങ്ങളിൽ വിശിഷ്ടമായ ഒരു നക്ഷത്രക്കൂട്ടം പിറന്നിരിക്കും. ഞാൻ പഠിച്ച ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളിലോ ഔഷധ ഗ്രന്ഥങ്ങളിലോ ഇത്തരമൊരു നക്ഷത്രക്കൂട്ടത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ലല്ലോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്തെങ്കിലും അർത്ഥം? ടെങ്കോറിൽ എന്തോ നടക്കാൻ പോകുന്ന പോലെ മനസ്സിലാക്കാം. പരിഹാരം കണ്ടെത്തണം. ഇവരുടെ എക്സിബിഷനാണ്. ലീല, ഇവൻ റുഫീനോ ജ്യോതിശാസ്ത്രത്തിലും ആയുർ ശാസ്ത്രത്തിലും ഔഷധ നിർമ്മാണത്തിലും പ്രഗത്ഭൻ, മാന്ത്രികമായുള്ളവൻ, മായങ്ങൾക്ക് മറുമരുന്നുണ്ടാക്കുന്നവൻ, വിവേകി, ബുദ്ധിമാൻ, കാലങ്ങളെ ഗ്രഹിക്കുന്നവൻ. നമ്മുടെ ഈ കർമ്മത്തിന് അനുയോജ്യം. നദീല, ഈ തോട്ടിൽ ഞാൻ റുഫീനോയെ ആസ്കറിലേക്ക് ഞാൻ ഒറിജിനൽ കഥ എഴുതിയ എലന ഒലബദേവ. എലന എന്നോട് ഈ കഥ പറയുമ്പോൾ ഇതിലെ ആ രണ്ട് പ്രധാനപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞ രൂപമാണ് മഹാലക്ഷ്മിയുടെ രൂപം. അതിനകത്തുനിന്ന് ഇനി എത്ര തന്നെ ബുദ്ധിമുട്ടേണ്ടി വന്നാലും മഹാലക്ഷ്മി ഇതിൽ കാസ്റ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിൽ തെളിഞ്ഞ രൂപം മഹാലക്ഷ്മിയുടേതായിരുന്നു. അത് നമ്മുടെ റിഹേഴ്സൽസിനൊക്കെ കാണുമ്പോൾ ആ തീരുമാനം ഒട്ടും തെറ്റായില്ല. കാരണം ഒട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്, ഡാൻസറാണ്, എക്സ്ട്രോഡിനറി ഡാൻസറാണ്, കൊറിയോഗ്രാഫറാണ്. ഇതുപോലെ ഡാൻസ് പ്രൊഡക്ഷൻസ് ഡയറക്റ്റ് ചെയ്യുന്ന എളുപ്പമാണ്. അപ്പോൾ ഒന്ന് മഹാലക്ഷ്മിയുടെ കഥാപാത്രം, രണ്ട് ശ്യാമ, എൻ്റെ സീനിയർ സ്റ്റുഡൻ്റാണ് ശ്യാമ. ഇവർ രണ്ടുപേരുടെ മുഖം ആദ്യം തെളിഞ്ഞു വന്ന വ്യക്തിയാണ്. പിന്നീട് നമ്മൾ ബാക്കിയുള്ള കലാകാരന്മാരെ ശരിക്കും പറഞ്ഞാൽ ഞാനും മഹാലക്ഷ്മിയും കൂടിയിട്ടായിരുന്നു അത് സെലക്ട് ചെയ്തത്. കാസ്റ്റിംഗ് ആദ്യം മഹാലക്ഷ്മി കാസ്റ്റ് ചെയ്യപ്പെട്ടു. മഹാലക്ഷ്മി കാസ്റ്റ് ചെയ്യപ്പെട്ടു എന്നല്ല, മഹാലക്ഷ്മി
ഒരു നിമിത്തമായി ഉറപ്പിക്കപ്പെട്ടു? ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്രൊഡക്ഷൻ ഒന്നിച്ച് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ്. അതിനുശേഷം പല ആവശ്യങ്ങൾക്കായിട്ട് അത് നടന്നില്ല. അതിനുശേഷം ഞാൻ ആക്ച്വലി എൻ്റെ എൻ്റെ ഓൺ പ്രൊഡക്ഷൻസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേജിന് വേണ്ടിയിട്ട് എനിക്ക് അദ്രിജയുടെ കുറച്ച് ഡാൻസേഴ്സിനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ എന്നോട് പറയുകയാണ്, ഞാൻ വിളിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു, ഞാനിങ്ങനൊരു വർക്ക് ചെയ്യുന്നുണ്ട്, എഴുതി തുടങ്ങിയപ്പോൾ തൊട്ട് മഹാലക്ഷ്മിയുടെ മുഖമാണ് ഉള്ളിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും സ്ക്രിപ്റ്റ് അയക്കൂ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അയച്ചു നോക്കിയപ്പോഴത്തേക്കും ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര ഒരു എന്താണ് അഡ്വെഞ്ചറസ് ആയിട്ടും അതുപോലെ ഫാൻറ്റസി, മാജിക്, ജെൻഡർ ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ ഒത്തിരി അങ്ങനത്തെ കുറച്ച് മെറ്റാഫിസിക്കലായിട്ടുള്ള എലിമെൻസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. ആക്ച്വലി ഒരു 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതൊരു ഇൻകാർണേഷൻ്റെയും കൂടെ ഒരു സ്റ്റോറിയാണ്. പല ജന്മങ്ങൾ എടുത്തു വരുന്ന ഒരു സോളിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ പല സോൾസിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ആദ്യം ചെയ്യുന്ന ഒരു വിച്ചിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സെഡക്ട്രസ് ആയിട്ടുള്ള ഒരു വിച്ച്. അതിനുശേഷം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആകാശദേവത, ഒരു ഗോഡസ് ആയിട്ടുമാണ്. 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി ബാംഗ്ലൂരാണ്. അവിടെ ഡാൻസ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ അവിടെയാണ്. ആൻഡ് ട്രിവാൻഡ്രത്ത് നേറ്റീവിലും ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്ക്രീനിൽ സജീവമല്ലെങ്കിലും സ്റ്റേജിൽ സജീവമാണ്. അപ്പം പ്രത്യേകിച്ച് ഈ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്. പണ്ട് സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെയും തിയേറ്ററിലെല്ലാം ചെയ്തതിൻ്റെ ഒരു ഓർമ്മയും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പൊടിത്തട്ടി എടുക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇത് കരുതി. അപ്പോൾ സ്റ്റേജിൽ എപ്പോഴും വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ആക്ച്വലി ഞാൻ ഡാൻസ് ഡ്രാമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണൊരു ഡ്രാമ, ഒരു തിയേറ്റർ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് വളരെ വ്യത്യാസം പറയാനില്ലെങ്കിലും വ്യത്യാസമാണ്. നാടകവും ഡാൻസും തമ്മിൽ ചെറിയ വ്യത്യാസം. ഡാൻസിൽ അഭിനയിക്കും പോലെ അല്ല നാടകത്തിൽ അഭിനയിക്കുന്നത്. എന്നാലും ടീച്ചറിൻ്റെ സപ്പോർട്ട് കൂടി എനിക്ക് നന്നായി അത് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ലോകത്തിൽ അനശ്വരമായത് പ്രണയം മാത്രമാണ്. പ്രണയത്തിന് സാക്ഷിയായി, പ്രണയത്തിൻ്റെ ഫലമായ സൃഷ്ടികർമ്മത്തിൽ സാക്ഷിയാകാൻ പോകുന്ന ഞങ്ങളുടെ കൊട്ടാരം സ്വാഗതം സ്വാഗതം. ആസ്കരോയിലേക്ക് സ്വാഗതം. റുഫീമോ, ഇവൾ എൻ്റെ എല്ലാമായ നദില. വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ കണ്ട സുന്ദരി ഇവളോ? അതും ഇവളോ? ഇതെന്തും മായ. ഇതും സ്വപ്നമോ? അല്ല, യാഥാർത്ഥ്യം. എന്താണ് ഇതൊരു നാടകമായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഡ്രാമ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ യൂഷ്വലി ഞാൻ ഇപ്പോൾ ചെയ്തു വരുന്നത് കൂച്ചിപ്പുടിയാണ്. കൂച്ചിപ്പുടി എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഡ്രാമ ട്രഡീഷനാണ്. സോ അതൊരു അതിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇൻ ടു തിയേറ്റർ. ആൻഡ് മുന്നേ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലൈക്ക് തെലുഗു അല്ലെങ്കിൽ സംസ്കൃതം ഓറിയൻറ്റഡ് ആയിരിക്കും. സോ ദിസ് ഇസ് പക്ക മലയാളം. സോ എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു ലൈഫ്, കർമ്മ, സൈക്കിൾ, ലൂപ്പ്. അതൊരു നമ്മുടെ ലൈഫിനെ പറ്റി തന്നെ പറയുന്നു.
വിധിയുടെ മായാ ചുരുളിൽ കരകയറാൻ കൂടെ നിൽക്കൂ. കാലം കാത്ത നീതിയാകൂ. So for me, like I have done this kind of work before, but for me, challenging is like language. With the language, and I have to enact with the expressions and all. That is the most important thing. So that is the biggest challenge for me right now. So what I am doing right now, like I have friends over here, so I'm working with them, sitting with them. Like Adria, she's helping me with the expression, movements and all, where I have to say no, yes or no, depend on like emotions. So Adria, she's helping with the languages and all. So what is saying what, like palace is there, so how you have to react over there. So she is helping me there. ഞാൻ ബാംഗ്ലൂർ തിയേറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ അലക്സ് സാർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന സാറും അദ്രിജയുടെ ഫ്രണ്ടാണ്. പുള്ളിക്കാരൻ്റെ ഈ ഡ്രാമയ്ക്ക് വേണ്ടി ഞാൻ ആ ഡ്രാമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഒരു ഡബ്ബിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡബ്ബിങ്ങിൻ്റെ കൂടി ഇൻസൈലിട്ടിട്ട് അദ്രിജ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ നുണ്ടങ്ങ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരന് വേണ്ടിയിട്ട് എന്നെ ഡബ് ചെയ്യാനായിട്ട് വിളിച്ചു. ഞാൻ ഡബ്ബിങ് ചെയ്തു. ഡബ്ബിങ് ചെയ്ത് ഞാൻ തിരിച്ചു പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചു. എന്ന് പറഞ്ഞു ഈ ഒരു ക്യാരക്ടറുണ്ട്, ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ഓഫ് കോഴ്സ് അങ്ങനെ ഒരു കിടുക്കൻ ക്യാരക്ടറാണ്. എന്റെ രക്തത്തെ വിഷമയമാക്കിയിരിക്കുന്നു. എന്റെ രക്തം സർപ്പവിഷത്തിനും സമാനമായിരിക്കുന്നു. എന്റെ രക്തം കൊണ്ട് ഈ ഔഷധം ഈ ഔഷധം ഒന്നും മാത്രമാണ് പ്രതിവിധി. ഈ മായാദേവതമാരുടെ മായാദൃഷ്ടിയിൽ നിന്ന് ടെൻഗോറിലെ പുരുഷന്മാരെ രക്ഷിക്കും. ഈ ഔഷധത്തിന് മാത്രമേ സാധിക്കൂ. തിയേറ്ററും സിനിമയുമാണ് ജീവിതം. സിനിമ മെയിനായിട്ട് തെലുങ്കിലാണ് ചെയ്യുന്നത്, പിന്നെ മലയാളത്തിലും ചെയ്യുന്നു, മാറി മാറി സീരിയലും ചെയ്തിട്ടുണ്ട്. എല്ലാം അത്രേ ഉള്ളൂ. എന്ത് ക്യാമറയുടെ മുമ്പിലായാലും സ്റ്റേജിലായാലും പെർഫോമൻസ് ആണല്ലോ. ഇതിൻ്റെ മ്യൂസിക് ചെയ്യാൻ എനിക്ക് ഭാഗ്യമൊക്കെ മതി എനിക്കൊരു എല്ലാവരും തോന്നലുകളാണല്ലോ. ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ. ഗുരുവായൂർ ബേസ്ഡ് ആയിട്ടുള്ള പുള്ളിക്കാരി കർണാട്ടിക് മ്യൂസീഷ്യനാണ്. അഭിനയ സംഗീതം ആണ്, നൃത്തത്തിന് സംഗീതം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ ഓരോ സന്ദർഭങ്ങൾക്കും വേണ്ട സംഗീതത്തിൻ്റെ ഒരു ഐഡിയ, എനിക്ക് ഇന്നതാണ് സന്ദർഭം, ഇവിടെ ഇതാണ് ചെയ്യുന്നത്, ഇന്നതാണ് വരുന്നത്, ഇങ്ങനെയാണ്, ഇന്ന ഇമോഷൻസിലൂടെയാണ് ഈ സന്ദർഭം കടന്നു പോകുന്നതെന്ന് പറയുന്നു. പുള്ളിക്കാരി മ്യൂസിക് ചെയ്ത് അയക്കുന്നു വിത്തിൻ മിനിറ്റ്സ്. ലൈക്ക് ഞങ്ങൾ 2 സെഷൻ വീഡിയോ കോളിൽ ഇരുന്നിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ പറയുന്നു, എനിക്ക് അവിടെ നിന്ന് മ്യൂസിക് കിട്ടുന്നു, അത് പെർഫെക്റ്റ് ആയിരുന്നു. എനിക്ക് കുറേ കൂടി ഈസി ആയിരുന്നു. ബിക്കോസ് മേ ബി നമ്മളെല്ലാം ഒരു ആർട്ടിസ്റ്റിൻ്റെ, എഴുത്തുകാരിയുടെ ഒക്കെ കണ്ണിലൂടെ കാണുന്നു. മേ ബി അതായത് ഞാൻ എൻ്റെ ആദ്യത്തെ നാടകം സംവിധാനം ചെയ്യുന്നത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്കൂളിൽ ഗവൺമെൻറ് LPS മുട്ടയ്ക്കാണ്. അവിടെ ഓണപ്പരിപാടിക്ക് മഹാബലിയുടെ നാടകം എൻ്റെ കൂടെ ക്ലാസ്മേറ്റ് ആയിരുന്ന അനീഷ് ബാബു CB അവൻ എഴുതിയിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്ത നാടകം. അത് കഴിഞ്ഞ് എല്ലാ വർഷങ്ങളിലും തുടർച്ചയായി ഇതുപോലെയുള്ള നാടകങ്ങൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് സ്കൂളിൽ നിന്ന് സബ് ജില്ലയിലേക്ക് പോകും. അപ്പോൾ എന്തോ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ രക്തത്തിലുണ്ടാവാം. എന്തായാലും ഇറ്റ്സ് മച്ച് ഈസിയർ ഫോർ മീ ടു കൺസീവ് ദിസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.